ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകി. കർത്താവിന് നന്ദി കരേറ്റാം. പ്രിയ മകനിലൂടെ കേട്ട വചനത്തായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദാവീദ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന തെറ്റുകൾ മനസ്സിലാക്കി കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാൻ മനസ്സ് കാണിച്ച, ഹൃദയം കാണിച്ച ദാവീദിൻ്റെ ഒരു വചനമാണ് നാം കേട്ടത്. 29-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു: വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിക്കുവിൻ. എൻ്റെ വിഷയം അതല്ല. സ്നേഹത്തിൻ്റെ ആത്മാവിൽ കുറച്ച് ഭാരമുണ്ടായതുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം ആർവമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ നല്ലതാണ് നമ്മുടെ സമയം നാം ഓർക്കുന്നത്. അപ്പോയിൻറ്റഡ് ടൈം, ഇറ്റ് ഈസ് ഗോഡ്സ് അപ്പോയിൻറ്റ്മെൻറ്റ്. 10 മണി എന്നുള്ള സമയമുണ്ടെങ്കിൽ, നമുക്ക് പ്രധാനമന്ത്രിയുടെ അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ, ചീഫ് മിനിസ്റ്ററിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോടതിയിൽ പോയി, അവർ ജഡ്ജിയുടെ അടുത്ത് കയറുമ്പോൾ വളരെ ശാന്തതയാണ്. എല്ലാവരും മൊബൈൽ ഫോൺസ് 1ഉം 2ഉം ഉണ്ട്, എൻ്റെ കയ്യിലുമുണ്ട്. അതെല്ലാം മറ്റുള്ളവർ പരസ്പരം പറയുകയാണ്, സ്വിച്ച് ഓഫ് ചെയ്യുക, അദ്ദേഹത്തിന് ബഹുമാനം കൊടുക്കുക. ഇതൊരു കോടതിയാണ്. അങ്ങനെയാണ് ഈ ലോകപരമായ കാര്യങ്ങൾ പോലും നാം ശ്രദ്ധിക്കുന്നത്. 10 മണിക്ക് ആഴ്ചയിൽ ഒരു ദിവസം we have an appointment with the Almighty God. സർവശക്തനായ ദൈവത്തോട് നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. കർത്താവ് നമുക്ക് മുമ്പേ ഇവിടെ ആഗതനായിരിക്കുന്നു. ആ രീതിയിൽ ആ മനസ്സോടെ നമുക്ക് കടന്നു വരുവാനും ഒരു 5 മിനിറ്റെങ്കിലും ശാന്തമായിട്ട് ഇരിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ വിശുദ്ധാലങ്കാരം ധരിക്കുക എന്ന് പറയുന്നത് 1 സെക്കൻഡ് കൊണ്ട് എങ്ങനെ സാധിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അങ്ങനെ ചെയ്യുവാൻ സാധിച്ചാൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ആരാധനകളിൽ കുറച്ചുകൂടെ സന്തോഷിക്കും, യാതൊരു സംശയമില്ല. പിന്നീട് മറ്റൊരു കാര്യം, കർത്താവിൻ്റെ ആരാധനയിൽ നാം പാട്ടുകൾ പാടുന്നു, സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ധ്യാന ചിന്തകൾ നാം പങ്കുവെക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു. ഇതെല്ലാം ആരാധനയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നാൽ വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്, ദൈവവചനവും നമ്മെ പഠിപ്പിക്കുന്നത്, കർത്താവിനെ ഉച്ചത്തിൽ സ്തുതിക്കുവാൻ കഴിയുന്നവർ ഒക്കെയും, വചനം അനുവദിക്കുന്നവരൊക്കെയും അത് എല്ലാ ആഴ്ചയിലും ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതാണ്. ഉച്ചത്തിൽ 2 വാക്ക് കർത്താവിന് നന്ദി കരേറ്റുവാൻ, സ്തോത്രം ചെയ്യുവാൻ, വിച്ച് എവർ ലാംഗ്വേജ്, വിച്ച് എവർ വേസ് യു ക്യാൻ ഡു, ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ആ രീതിയിലുള്ള ആരാധനകൾ ആയിത്തീരട്ടെ. കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ വീണ്ടും ആയിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവചനം അതിൻ്റെ 43-ാം അധ്യായം, ഐസായ ചാപ്റ്റർ 43, അതിൻ്റെ പ്രാരംഭത്തിലെ 4 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. ഐസായ ചാപ്റ്റർ 43 ആൻഡ് വേഴ്സ് 1 down to 4 ആദ്യമായിട്ട് നമുക്ക് വായിക്കാം. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പുറത്തെടുത്തിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. നീ നീരിൽ കൂടി നടന്നാൽ വീണ്ടു പോവുകയില്ല. അഗ്നിയാൽ നിന്നെ ദഹിപ്പിക്കുകയില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ നടുവിലെയായി ഞാൻ ഇസ്രായേലിനെ നിനക്ക് പകരമായി ക്രൂശിനെ സഭയിലേക്ക് കൊടുത്തിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസികൾ ആയിരിക്കുന്ന നാം മാത്രമല്ല, as we live in this world as normal people or as Christians, നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു 3 കൂട്ടം കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യം എന്തൊക്കെയാണ്? നാം ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും നമുക്കൊരു വില കൽപ്പിക്കണം. Everyone should value us. Every individual desires this. എല്ലാവരും ആഗ്രഹിക്കുന്ന വിഷയമാണ് that I should be valued as a person. പിന്നീട് എന്താ നാം ആഗ്രഹിക്കുന്നത്? We also desire honor. എല്ലാവരും എന്നെ മാനിക്കണം, ആദരിക്കണം, ഏതെങ്കിലും രീതിയിൽ ഒരു മാനപാത്രമായിട്ട് ഒരു ആദരവ് എനിക്ക് ഏതെങ്കിലും തലത്തിൽ ലഭിക്കണം എന്നെല്ലാ വ്യക്തികളും ആഗ്രഹിക്കാറുണ്ട്. മാത്രമല്ല നാം എല്ലാവരും സ്നേഹിക്കപ്പെടുവാൻ, സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. We all desire love. So we desire for value, we desire for
ഓണർ വി ഡിസയർ ഫോർ ലവ്. ഇതിന്റെ 4-ാം വാക്യം നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സിൻസ് യു ആർ പ്രേഷ്യസ് ഇൻ മൈ സൈറ്റ്, സിൻസ് യു ആർ ഓണേർഡ് ആൻഡ് ഐ ലവ് യു. നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ. ചില കാര്യങ്ങൾ കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗം തികച്ചും ഇസ്രയേലിനോട് സംസാരിക്കുന്ന ഭാഗമാണെങ്കിലും പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നാം മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്. ഇന്ന് ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമായിരിക്കുന്ന നമുക്കും ഈ ഭാഗ്യമുണ്ട്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ അത് സ്വീകരിക്കുവാൻ പറ്റും. സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്, യു ആർ പ്രേഷ്യസ് ഇൻ മൈ സൈറ്റ്. അതാണ് ഇന്ന് അല്പസമയം ചില കാര്യങ്ങൾ മാത്രം, ചില വാക്യങ്ങൾ മാത്രം എടുത്ത് അതിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. യു ആർ പ്രേഷ്യസ് ഇൻ മൈ സൈറ്റ്. എൻ്റെ ദൃഷ്ടിയിൽ നീ വിലയേറിയ ഒരു വ്യക്തിയാണ്. യു ആർ പ്രേഷ്യസ് ഇൻ മൈ സൈറ്റ്. God of heaven, സ്വർഗത്തിലെ ദൈവം is saying this. You are precious in my sight. Okay, I will honor you. I honor you and I love you. ഞാൻ നിന്നെ മാന്യനായി കാണുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എത്ര നല്ല സാന്ത്വനം നൽകുന്ന, പ്രചോദനം നൽകുന്ന, സന്തോഷം നൽകുന്ന വാക്കുകളാണ്. What wonderful words are these. നാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ആ ഒരു പദം വളരെ ശ്രദ്ധേയമാണ്. In his sight I am precious. നാം ഓരോരുത്തരും ആ രീതിയിൽ ആയി തീർന്നിരിക്കുന്നു. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? How is it possible? നാം ഇന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ അതിൽ പല കാര്യങ്ങളും എടുത്തു പറയുകയും ഓർക്കുകയും കർത്താവിനെ ആരാധിക്കുകയും നാം ചെയ്തു. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ എങ്ങനെയാണ് വിലയേറിയതായിട്ട് അല്ലെങ്കിൽ വിലയുള്ളവനായിട്ട് തീർന്നത്, ബഹുമൂല്യമായിട്ട് തീർന്നത്, മൂല്യമുള്ളവനായിട്ട് തീർന്നത്? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, സർവശക്തനായിട്ടുള്ള യഹോവയുടെ ദൃഷ്ടിയിൽ അതെങ്ങനെ സാധിച്ചു? നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ്, വാക്യങ്ങളാണ്. അത് ഒന്ന് എടുത്തു വായിച്ച് നമുക്ക് ഒന്നിച്ച് ആ കാര്യങ്ങൾ ഒന്നൊന്ന് ചിന്തിക്കുവാനും നമുക്കൊരു സാന്ത്വനം ലഭിക്കുവാനും ആത്മീയ ജീവിതത്തിന് പ്രചോദനം ലഭിക്കുവാനും ഇടയായി തീരട്ടെ. നമുക്ക് ആദ്യമായിട്ട് അതിന്റെ ആദ്യത്തെ കാരണം നമുക്ക് വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ അതിന്റെ ആദ്യത്തെ കാരണമുണ്ട്. ദൈവം എന്തുകൊണ്ടാണ് എന്നെ വിലയുള്ളവനായിട്ട്, വിലയേറിയതായിട്ട് കാണുന്നത്? Why does God Almighty consider me as precious in His sight? First reason, very very clear reason, we know that reason. We'll read 1 Peter chapter 1 verse 18 and 19. ഒന്ന് വായിക്കാം മലയാളത്തിൽ. അത് വായിച്ചാലും മതി. നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഇറ്റ് ഈസ് ദ പ്രേഷ്യസ് ബ്ലഡ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായിട്ടുള്ള ആ രക്തത്താലാണ് നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നത്. The first reason why I am precious in His sight is this. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എനിക്ക് വിലയുള്ളത്, പ്രേഷ്യസ്, ചെറിയ വിലയല്ല, പ്രേഷ്യസ് സ്റ്റോൺസിനെ കുറിച്ച് നമുക്കറിയാം, ഡയമണ്ട്സ്, പേൾസ് ഒക്കെ, അതിലുമൊക്കെ മുകളിലായിട്ടുള്ള വില എനിക്ക് ദൈവം മതിക്കുന്നത്, കാണുന്നത്. ഇതാണ് കാരണം. ക്രിസ്തുവിന്റെ നിർദോഷവും നിർമ്മലവുമായിട്ടുള്ള വിശുദ്ധിയുള്ള രക്തം എനിക്ക് വേണ്ടി കർത്താവ് നൽകി തന്നു. അത് പിതാവ് കാണുമ്പോൾ എങ്ങനെ വിലയില്ലാതെ എന്നെ കാണുവാൻ സാധിക്കും? ഡു വി അണ്ടർസ്റ്റാൻഡ്? നമുക്ക് ഈ വില മനസ്സിലാക്കുന്നുണ്ടോ? നാം ഈ പ്രേഷ്യസ്നെസ് ഉൾക്കൊള്ളുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിലയേറിയ അവസ്ഥ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ടോ? നാം എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ആരാധിച്ച് ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ട് നാം പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലും, ഓരോ ദിവസവും, ഓരോ നിമിഷവും നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകപരമായിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കാതെ മറ്റാരും നമുക്ക് വില നൽകുന്നില്ല എന്ന് തോന്നുമാറ് നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ, when the world doesn't consider me precious, when my circumstances come about as if I am not precious in the sight of other people, Word of God tells me very clearly, why am I precious in the sight of the Father? This is the reason, because I am purchased or I am redeemed by the precious blood of the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ എനിക്ക് വീണ്ടെടുപ്പ് കർത്താവ് നൽകി. ഇതിനോടനുബന്ധിച്ച് മറ്റു വാക്യങ്ങളുമുണ്ട്. സമയക്കുറവ് കാരണം നാം ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. ആദ്യത്തെ കാരണം
നമ്മുടെ മനസ്സിലൊന്ന് വെക്കുക. I am precious in his sight. Why? Because his Lord, his son, Lord Jesus Christ, അവന്റെ രക്തത്താൽ എനിക്ക് വീണ്ടെടുപ്പ് കർത്താവ് നൽകി. ആ കാര്യം മനസ്സിൽ എപ്പോഴും വെക്കുക. നാം ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ ആഴ്ച മുമ്പോട്ട് പോകുമ്പോൾ, നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ, നമ്മുടെ പ്രൈഷ്യസ്നെസ് ഈ ലോകമല്ല തീരുമാനിക്കുന്നത്. നമ്മുടെ വില ഈ ലോകമല്ല തീരുമാനിക്കുന്നത്. കർത്താവിനെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സംബന്ധിച്ച് ഞാൻ വളരെ വിലയേറിയ വ്യക്തിയാണ്. കാരണം എന്നെ വീണ്ടെടുക്കുവാൻ വിലയേറിയ രക്തമാണ് കർത്താവ് ചിന്തിയത്. ടുഡേ ഐ ആം പ്രേഷ്യസ്. രണ്ടാമത്തെ കാരണം നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 15 and 16. Why am I precious in the sight of God? ദൈവത്തിന്റെ ആ ദൃഷ്ടിയിൽ ഞാൻ എന്തുകൊണ്ടാണ് വിലയേറിയതായിട്ട് തീരുന്നത്? രണ്ടാമത്തെ കാരണം റോമാലേഖനം 8-ന്റെ 15-16. പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ ആത്മാവിനെ ഭാവിക്കും. പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. നമ്മെ ദൈവം ദത്തെടുത്തിരിക്കുന്നു. God has adopted us and given us the spirit of the son. നമുക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെ കർത്താവ് നൽകി തന്നിരിക്കുന്നു. He has adopted us. അപ്പൊ നമുക്കറിയാം, ഈ ലോകപരമായിട്ട് തന്നെ നമ്മള് ഒരു വ്യക്തി, ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയുമായിട്ടുള്ള ബന്ധം ആ രീതിയിൽ സ്ഥാപിക്കപ്പെടുകയാണ്. ആദ്യത്തേത് കർത്താവിന്റെ രക്തം ബഹുമൂല്യമാണ്. അതുകൊണ്ട് പിതാവ് നമ്മെ ബഹുമൂല്യമായിട്ട് വിലയേറിയതായിട്ട് കാണുന്നു. രണ്ടാമത് കർത്താവ് നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്. നമ്മളെ പുത്രന്മാരും പുത്രിമാരുമാക്കി കർത്താവ് തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിലയേറിയതാണ്. അപ്പൊ എന്റെ ഗുണങ്ങളല്ല അവിടെ കർത്താവ് കാണുന്നത്, എന്റെ ഏതെങ്കിലും പ്രത്യേക വിശേഷതകൾ അല്ല കർത്താവ് കാണുന്നത്. കർത്താവിന്റെ പുത്രന്റെ രക്തം ആദ്യമായിട്ട്. രണ്ട്, കർത്താവ് തന്നെ സ്വയം എന്നെ ദത്തെടുത്തിരിക്കുന്നു. God has adopted me, no one else. Therefore I am precious in his sight. Therefore I am honorable in his sight. കർത്താവ് ചെയ്ത പ്രവൃത്തിയില്, കർത്താവിന്റെ തീരുമാനത്തില്, കർത്താവിന്റെ സർവാധികാരത്തില് കർത്താവ് എന്നെ തിരഞ്ഞെടുത്ത് ദത്തെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിലയേറിയ ഒരു മുതലാണ്. കർത്താവിനെ സംബന്ധിച്ച് എന്നെ ചെറുതായിട്ട് കർത്താവിനെ കാണുവാൻ, അളക്കുവാൻ സാധ്യമല്ല. എന്റെ ജീവിതം, എന്റെ ആരോഗ്യം, എന്റെ നിലനിൽപ്പ്, എന്റെ ക്രിസ്തീയ ജീവിതം, എന്റെ ആത്മീക അവസ്ഥ എല്ലാം കർത്താവിന് വിലയേറിയതാണ്. കാരണം എന്താണ്? ദത്തെടുത്തിരിക്കുന്നത് എന്റെ പിതാവാണ്, ദൈവമാണ് എന്നെ തന്റെ മകളായിട്ട് ആക്കി തീർത്തിരിക്കുന്നത്. Therefore I am precious. How much do we understand this fact that I am adopted by God himself? ദൈവം സ്വയം എന്നെ ദത്തെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടോ? ഡു വി ഹാവ് ദാറ്റ് ക്ലോസ്നെസ്? ആ ഭവനത്തിൽ തന്നെയാണോ ഞാൻ നിൽക്കുന്നത്? ആ ബന്ധത്തിൽ തന്നെയാണോ ഞാൻ നിൽക്കുന്നത്? ദൈവം എന്നെ കാണുന്ന വിലയേറിയ അവസ്ഥയിൽ തന്നെയാണോ ദൈവവുമായിട്ടുള്ള എന്റെ ബന്ധം? Or are we just as stones? ജീവനില്ലാത്ത ഒരു മുത്ത് പോലെ. ആ മുത്തിന് അറിഞ്ഞുകൂടാ തന്റെ വില എങ്ങനെയുള്ളെന്ന്. എന്റെ കയ്യിൽ ഒരു ഡയമണ്ട് ഉണ്ടെങ്കിൽ ആ നിർജീവമായിട്ടുള്ള ലിവിങ് അല്ലാത്ത ഡയമണ്ടിന് അറിഞ്ഞുകൂടാ അതിന്റെ വില എന്താണെന്ന്. എന്നാൽ നമ്മുടെ അവസ്ഥ അങ്ങനെയാണോ? ജീവനുള്ളവരാണ് നാം, ദൈവസന്നിധിയിൽ ദൈവത്തെ അറിയുന്നവരാണ് നാം. ദൈവം നമുക്ക് വിലമതിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ, മക്കളാക്കി തീർത്തിരിക്കുന്നു, ദത്തെടുത്തിരിക്കുന്നു എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വീണ്ടും മൂന്നാമത്തെ കാരണം, why am I precious in the sight of God? നമുക്ക് വായിക്കാം. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 22-ഉം 23-ഉം വാക്യം. John's Gospel chapter 17 verses 22 and 23. Why am I precious in the sight of God? Third reason, അവിടെ നാം വായിക്കുന്നത്, the glory which thou gave me I have given them. മലയാളത്തിൽ എങ്ങനെയാണ്? 17-ാം അധ്യായം. എന്റെ മഹത്വം അവിടെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. The glory which God the Father gave God the Son, I have given it to them. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. This is the third reason why I am precious. ഞാൻ എന്തുകൊണ്ടാണ് വിലയേറിയതായി തീർന്നത്?
ദൈവത്തിന്റെ മഹത്വം, പിതാവായ ദൈവത്തിന്റെ മഹത്വം തന്റെ പുത്രന് നൽകി, പുത്രൻ അത് നമുക്ക് പകർന്ന് നൽകി ഇരിക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ മഹത്വധാരികളായിട്ട്, മഹത്വം അനുഭവിക്കുന്നവരായിട്ട്, മഹത്വമുള്ളവരായിട്ടാണ് നാം ഇവിടെ ഇരിക്കുന്നത്. അതൊരു ശരി കാര്യമല്ല. നാം ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു. ഹിസ് ബ്ലഡ് ഈസ് പ്രേഷ്യസ്. ദൈവം നമ്മെ ദത്തെടുത്തു. ഗോഡ് അഡോപ്റ്റഡ് us. മൂന്നാമത്, അവന്റെ മഹത്വം കർത്താവ് എനിക്ക് നൽകി, നമുക്ക് ഏവർക്കും നൽകി. He gave his glory to us, shared his glory to us. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എന്നെ എങ്ങനെ കാണുന്നു? വിലയേറിയതായിട്ട് കാണുന്നു. ദൈവിക മഹത്വമുള്ള ഒരു മകനായിട്ട്, മകളായിട്ട് കാണുന്നു. ഡു ഐ റിയലൈസ് ദിസ് ഗ്ലോറി ഇൻ മൈ ലൈഫ്? എന്റെ ജീവിതത്തിൽ ഈ ദൈവിക മഹത്വം ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ഒരു അടുപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ദൈവിക മഹത്വം എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുമ്പോൾ, ഞാൻ നടക്കുമ്പോൾ, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ സഭ, എൻ്റെ ചുറ്റുപാട്, സമൂഹത്തിൽ ദൈവത്തിന്റെ മഹത്വം ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചതുപോലെ എന്നിലൂടെ, നമ്മളിലൂടെ ചുറ്റും പകർന്ന് നാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം എന്നിൽ ഉണ്ടായത് കൊണ്ടാണ് എന്താ സംഭവിക്കുന്നത്? ദൈവം എന്നെ പ്രേഷ്യസ് ആയിട്ട്, വിലയേറിയതായിട്ട് കാണുന്നു. നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് അവസാനമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ആ ഭാഗം വായിച്ചപ്പോൾ നാം ഇങ്ങനെയാണ് തുടങ്ങിയത്. 43-ാം അധ്യായത്തില് നാം ഇങ്ങനെ തുടങ്ങി. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്. ആ ഒരു വാക്കിലാണ് താൻ ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നാം ഓർക്കേണ്ട വിഷയം, നമുക്ക് വിലയില്ല എന്ന് നമുക്കൊരു തോന്നൽ വന്നാൽ, നമ്മെ ആരും ആദരിക്കുന്നില്ല എന്നൊരു തോന്നൽ വന്നാൽ, നമ്മെ ആരും സ്നേഹിക്കുന്നില്ല, നമ്മുടെ കൂടെ ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നാൽ എന്തുണ്ടാവും? ഭയം ഉണ്ടാവും. There would be fear when I consider that nobody is valuing me, that nobody is honoring me, that nobody is loving me. Fear creeps in. അവിടെയാണ് ഭയം ഉണ്ടാവുന്നത്. ദൈവാത്മാവ്, ദൈവം അരുളി ചെയ്യുന്നത്, നീ ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്റെ സൃഷ്ടികർത്താവായിട്ടുള്ള, നിന്നെ വീണ്ടെടുക്കുന്ന നിന്റെ ദൈവമാണ്. നാം ചിന്തിച്ച വിഷയം 3-ാമത്തെ വാക്യത്തിലാണല്ലോ നാം വായിച്ചത്. 4-ാമത്തെ വാക്യത്തിൽ എന്റെ ദൃഷ്ടിയിൽ നീ വിലയേറിയതായിട്ട് തീർന്നു. എന്നാൽ അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ചില കാര്യങ്ങൾ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നു. അവിടെ പറയുന്നത്, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. തീർന്നില്ല. 2-ാമത് പറയുന്നത് വെള്ളമല്ല, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. സോ വൺ ഇസ് വാട്ടർ, സെക്കൻഡ് ഇസ് റിവർ. നമുക്കറിയാം, വെള്ളം നിശ്ചലമായിട്ട് സ്റ്റാഗ്നന്റ് ആയിട്ടും കിടക്കാം. വാട്ടർ ക്യാൻ റിമെയിൻ സ്റ്റാഗ്നന്റ്, ബട്ട് ക്യാൻ ദ റിവർ റിമെയിൻ സ്റ്റാഗ്നന്റ്? നോ, റിവർ ഇസ് ഓൾവേസ് ഫ്ലോയിങ്. അപ്പോൾ വെള്ളത്തിൽ കൂടെ നീ അവിടെ കടന്നു പോയാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എന്നാൽ ആ വെള്ളം ഒഴുക്കുള്ളതാണെങ്കിലും, കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണെങ്കിലും, എന്താ ദൈവാത്മാവ് പറയുന്നത്? അവിടെ പറയുന്നത് എന്താണ്? നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. അപ്പോ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സാധാരണ പ്രശ്നങ്ങളാണ് ആണെങ്കിലും ദൈവം കൂടെ ഉണ്ട്. അത് നദിയായിട്ട് മാറിയാല്, ഒഴുക്ക് കൂടിയാല്, പ്രശ്നങ്ങൾ കൂടിയാലും ദൈവം അതിനെ എന്റെ മുകളിൽ കവിയുവാൻ ഇടയാക്കുകയില്ല. തീയുടെ ഉദാഹരണം പറഞ്ഞിട്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നീ തീയിൽ കൂടെ നടന്നാൽ വെന്ത് പോകുകയില്ല. ഇഫ് യു ഗോ ത്രൂ ദ ഫയർ യു വിൽ നോട്ട് ബി ബേൺഡ്. സാധാരണമായിട്ടുള്ള ഒരു തീയാണെങ്കിൽ നീ അതിലൂടെ കടന്നു പോയാലും നീ വെന്ത് പോകുകയില്ല. ശ്രദ്ധിക്കുക, അവിടെ തീർന്നില്ല. അവിടെ പറയുന്നത് അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ദ ഫ്ലെയിം, ദ ഫർണസ്, ദി കോർ ഓഫ് ദ ഫയർ, നീ ഏറ്റവും അതിന്റെ മധ്യത്തിലാണെങ്കിലും അത് നിന്നെ ദഹിപ്പിക്കുകയില്ല. അപ്പൊ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യം നിനക്ക് സഹിക്കുവാൻ കഴിയുന്നതാണെങ്കിലും സഹിക്കുവാൻ കഴിയാത്തതാണെങ്കിലും, എത്ര ഊഷ്ണമുള്ളതാണെങ്കിലും, എത്ര തീവ്രമാണെങ്കിലും, തീഷ്ണമാണെങ്കിലും, however serious your life issue is, be it the stagnant water or the moving river, be it the normal fire or the flame in the core of that fire, God is there with you and he is in control. ദൈവം അതിന്റെ മധ്യമുണ്ട്. ദൈവമാണ് നിന്നെ നയിക്കുന്നത്. കാരണം എന്താണ്? 4-ാം വാക്യത്തിൽ നാം ചിന്തിച്ച വിഷയം ഇതാണ്. Because
യു ആർ പ്രേഷ്യസ് ഇൻ മൈ സൈറ്റ്. നീ എന്റെ ദൃഷ്ടിയിൽ വിലയേറിയത് ആകുന്നു. മറ്റാരുടെയും ദൃഷ്ടിയിലല്ല, കർത്താവിന്റെ ദൃഷ്ടി എപ്പോഴും എന്റെ മുകളിലുണ്ട്. കർത്താവിന്റെ ദൃഷ്ടി എന്റെ മുകളിൽ ഉള്ളപ്പോഴൊക്കെയും കർത്താവ് എന്നെ വിലയുള്ളവളായിട്ടാണ് കാണുന്നത്. യാതൊരു സംശയമില്ല. കർത്താവ് എന്നെ ആദരിക്കുന്നു, മാന്യനായിട്ട് കാണുന്നു. ഈ ലോകം എന്നെ മാന്യനായിട്ട് കണ്ടില്ലെങ്കിലും ദൈവം എന്നെ മാന്യനായിട്ട് കാണുന്നു. ഈ ലോകം എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു. എത്ര അത്ഭുതകരമായിട്ടുള്ള പദവിയാണ് കർത്താവ് നമുക്ക് നൽകിയത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം നമ്മെ ഒരിക്കലും അഹങ്കരിക്കുവാൻ അനുവാദം നൽകുന്നില്ല. ഗോഡ്സ് വേർഡ് നെവർ ഗിവ്സ് us പെർമിഷൻ ടു ഹാവ് പ്രൈഡ് ഇൻ our lives. അല്ലേ? നോ, ഗോഡ്സ് വേർഡ് നെവർ ഗിവ്സ് us പെർമിഷൻ. ആദ്യത്തെ പാപം തന്നെ ആ രീതിയിലുള്ള നിഗളമായിരുന്നു. The first sin was pride in the life of Lucifer. അതാണ് നാം കാണുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഏത് വിഷയത്തിൽ ഈ രീതിയിൽ സിൻസ് യു ആർ പ്രേഷ്യസ് ഇൻ മൈ സൈറ്റ്, എന്റെ ദൃഷ്ടിയിൽ നീ വിലയേറിയതാവുന്നു, ഞാൻ നിന്നെ മാന്യനായിട്ട് കാണുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എൻ്റെ ദൈവം പറയുമ്പോൾ ദൈവവചനം നമ്മെ അനുവദിക്കുന്ന ഒരു വിഷയമാണ്. ഈ രീതിയിൽ ഉള്ള ഒരു അഹങ്കാരം, അഭിമാനം നമുക്കുണ്ടാകുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയാണ്. ഏതിലാണ് അഹങ്കരിക്കുന്നത്? നമ്മുടെ ദൈവം, എൻ്റെ ദൈവം, സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ വിലയേറിയ ഒരു മകളാണെന്നുള്ള ഒരു ബോധ്യം, this knowledge that I am precious in the sight of the Creator God allows this pride. This fact that God honors me, God allows this pride. This fact that God loves me, God allows this pride. ഈ രീതിയിലുള്ള ഒരു അഹങ്കാരം, സ്വകാര്യ അഹങ്കാരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. സ്വർഗത്തിലെ ദൈവം എന്നെ ബഹുമൂല്യനായിട്ട്, വിലയേറിയതായിട്ട് കാണുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ മാന്യനായിട്ട് കാണുന്നു. എനിക്ക് മറ്റൊരു മാന്യതയും ആവശ്യമില്ല. സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതിൽ പരം എന്ത് മാന്യതയും സ്നേഹവും ആദരവും വിലയുമാണ് എനിക്ക് വേണ്ടത്, നമുക്ക് ഏവർക്കും വേണ്ടത്. ഈ ലോകം തരുന്ന വില, ഈ ലോകം തരുന്ന മാന്യത, ഈ ലോകം തരുന്ന സ്നേഹം എല്ലാം സ്വാർത്ഥതയുള്ളതാണ്. എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ടാകും. എന്നാൽ ദൈവം നൽകുന്ന ആ സ്നേഹം, ദൈവം നൽകുന്ന മാന്യത, ദൈവം നൽകുന്ന വില ഒരിക്കലും ആർക്കും കുറച്ചു കാണുവാൻ സാധ്യമല്ല. ദിസ് പ്രൈഡ് ഐ ക്യാൻ ഹാവ്. എനിക്ക് ഇത്തരത്തിലുള്ള അഹങ്കാരം കർത്താവിന്റെ വചനം അനുവദിക്കുകയാണ്. നമുക്ക് അഹങ്കരിച്ച് അഭിമാനത്തോടെ ആയിരിക്കാം. എന്താണ്? ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ വിലയേറിയ മകനും മകളുമാണ്. ദൈവം എന്നെ മാന്യനായിട്ട് കാണുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ക്യാൻ ഐ ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ഹോളി പ്രൈഡ് ഇൻ മൈ ലൈഫ്? എന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ദൃഷ്ടിയെ കുറിച്ച് എനിക്ക് ചിന്ത. ഡു ഐ കൺസിഡർ വാട്ട് കൈൻഡ് ഓഫ് സൈറ്റ് ഗോഡ് ഹാസ് ഇൻ മൈ ലൈഫ്? ദൈവം എന്നെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നീട് ഈ ലോകപരമായ കാര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ദൈവം എന്നെ എങ്ങനെയാ കാണുന്നത്? സ്വർഗത്തിലെ ദൈവം, സൃഷ്ടികർത്താവായ ദൈവം എന്നെ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് യു നീഡ് നോട്ട് ഫിയർ. ദർ ഇസ് നോ ഫിയർ നൗ റിമൈനിങ് ഇൻ മൈ ലൈഫ്. കാരണം സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ വിലയേറിയ ഒരു സ്വത്താണ്. സ്വർഗത്തിന്റെ ആ സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ഈ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് വരും ജീവിതത്തിൽ ഭയമില്ലാതെ, ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ധൈര്യത്തോടെ ദൈവത്തിന്റെ ആ വില, നമ്മെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.